പെന്തക്കൊസ്ത ധ്യാനം 7 സത്യാത്മാവ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. സത്യാത്മാവ്, ഈ ഗ്രീക്കിൽ ആ വാക്ക്, ഈ സത്യാത്മാവ് എന്നുള്ള വാക്ക് ടോ പ്നൗമ ഥേസ് അലേഥെയിയോസ് എന്നാണ്. ടോ പ്നൗമ ഥേസ് അലേഥെയിയോസ്. പ്നൗമ ആത്മാവ്, ടോ പ്നൗമ ദ സ്പിരിറ്റ്. നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഈ വിവേചക ഭേദകം ഇല്ല, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല. ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കാം, ആ പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഉപയോഗിക്കാം. അലേഥെയിയാസ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. നമുക്ക് 2 വചനങ്ങൾ, സത്യാത്മാവ് എന്ന് വരുന്ന 2 വചനങ്ങളൊന്ന് കേൾക്കാം. ആദ്യം യോഹന്നാൻ 14, 15, 17. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു മധ്യസ്ഥനെ അവർ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ലോകം നിരീക്ഷിക്കുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അവനെ സ്വീകരിക്കാൻ അതിന് കഴിയില്ല. എന്നാൽ അവൻ നിങ്ങളുടെ അരികിൽ വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ അവനെ അറിയുന്നു. യോഹന്നാൻ 15:26. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കുന്ന പാരക്ലേത്ത, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകുക. എന്താണ് സത്യാത്മാവ് എന്ന വാക്കിൻ്റെ അർത്ഥം? 2006 വേൾഡ് യൂത്ത് ഡേയുടെ പ്രമേയം സത്യാത്മാവ് എന്നായിരുന്നു, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. 2007 എനിക്ക് തോന്നുന്നു ദ സ്പിരിറ്റ് ഓഫ് ലവ്, 2008 സ്പിരിറ്റ് ഓഫ് ലൈഫ്, അങ്ങനെ മറ്റും തോന്നുന്നു, ഞാനിപ്പോൾ കൃത്യം ഓർക്കുന്നില്ല. ഈ പല പൊരുളുകളുണ്ട് ഈ സത്യാത്മാവ് എന്ന വാക്കിന്. അതിൽ ഞാനൊരു 5 എണ്ണമാണ്, വലിയ വിശദീകരണമില്ലാത്ത 5 എണ്ണം പറഞ്ഞു പോകുകയാണ്. വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ വചനങ്ങളിലെല്ലാം കണ്ടു. പരിശുദ്ധാത്മാവ് നിങ്ങളിലാണ്, ലോകത്തിലല്ല, നിങ്ങളിലാണ്. അവിടെ ലോകത്തെ കുറ്റം വിധിക്കുമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് 16-ാമത്തെ അധ്യായത്തിൽ ഇല്ലേ. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും എന്നെല്ലാം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തും. ഇതൊക്കെ നടക്കുന്നത് പരിശുദ്ധാത്മാവ് എവിടെ വസിക്കുന്നത്? ഞാൻ ഇന്നലെയും ഞാനൊക്കെ പറഞ്ഞ വചനങ്ങളിലെ ഒരു വചനം ഒന്ന് ആവർത്തിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് സഭ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വിശ്വാസികളിലാണ്. ലോകത്തെ കുറ്റം വിധിക്കുന്ന കോടതി അപ്പോൾ വിശ്വാസിയാണ്. ഈ വിശ്വാസിക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന പാറക്കളത്തെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ കുറ്റം വിധിക്കുന്ന കോടതി വിശ്വാസികളാണ്. വിശ്വാസികളുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വിശ്വാസികളുടെ ഉള്ളാണ്, ഹൃദയമാണ് കോടതി. ആ വിശ്വാസികളുടെ കോടതിയിൽ നീതിന്യായം മാത്രമല്ല തെളിയിക്കപ്പെടുക, സത്യവുമാണ്. അത് നമ്മുടെ സാധാരണ കോടതിയിൽ നീതി അല്ലെങ്കിൽ ന്യായം തെളിയിക്കപ്പെടുന്നു എന്നാണ്. സത്യം തെളിയാറുണ്ടോ? ഇല്ല. ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നു. ഒരാളെ വെറുതെ വിട്ടയച്ചാലും സത്യത്തിൽ അയാൾ കുറ്റവാളി അല്ല എന്ന അർത്ഥമുണ്ടോ? ഇല്ല. ഒരാളെ ശിക്ഷിച്ചാലും അയാൾ ശരിക്കും കുറ്റവാളിയാണ്, സത്യത്തിൽ കുറ്റവാളിയാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അവിടെ സത്യം തെളിയുന്നില്ല, നീതി ന്യായമൊക്കെ ഉള്ളൂ. ആ നീതി തന്നെയും കറക്റ്റ് നീതി ആവുന്നില്ല. പലപ്പോഴും തെളിവുകൾ കൊടുക്കുന്നത് സർക്കാരും പോലീസൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ശരിക്കുള്ള കൊടുക്കും, ശരിക്കുള്ള കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സാധാരണ കോടതിയിൽ നീതിന്യായ കോടതി നമ്മൾ പറയുക, സത്യം ഉള്ള കോടതി എന്ന് പറയില്ലല്ലോ. കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുന്നത് പറഞ്ഞാലും സത്യമല്ലല്ലോ ബോധിപ്പിക്കുന്നത്. പലപ്പോഴും സത്യം ബോധിപ്പിച്ചാലും അതിന് തെളിവില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? കോടതി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണല്ലോ. ചുരുക്കത്തിൽ സാധാരണ കോടതിയിൽ നീതിയും ന്യായവുമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശ്വാസിയാകുന്ന കോടതിയിൽ സത്യമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. സത്യം തെളിയിക്കുന്നതാണ് വിശ്വാസിയുടെ കോടതി. വിശ്വാസിയുടെ കോടതി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശ്വാസി. പാരക്ലേത്ത എന്ന് പറയുന്ന വക്കീല് അല്ലെങ്കിൽ മധ്യസ്ഥൻ, ആ പാരക്ലേത്തയുടെ പ്രവർത്തനമാണ് വിശ്വാസിയിൽ സത്യം തെളിയിക്കുക. അതിനെയാണ് സത്യത്തിന്റെ ആത്മാവെന്ന് പറയണേ. സത്യം തെളിയിക്കുന്ന വിശ്വാസിയാകുന്ന കോടതിയിൽ സത്യം തെളിയിക്കുന്ന വക്കീലാണ് പരിശുദ്ധാത്മാവ്. ഒന്നുകൂടി ആവർത്തിക്കാം. വിശ്വാസിയാകുന്ന കോടതിയിൽ സത്യം തെളിയിക്കുന്ന വക്കീലാണ്, അഭിഭാഷകനാണ്, അല്ലെങ്കിൽ അറ്റോർണി ജനറലാണ്
പരിശുദ്ധാത്മാവ്. അതാണ് സത്യാത്മാവ് എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. 2, പരിശുദ്ധാത്മാവ് തന്നെ സത്യമാണ്. പരിശുദ്ധാത്മാവ് തന്നെ സത്യമാണ്. അതാണ് സത്യാത്മാവ് എന്ന് പറയണേ. പരിശുദ്ധ ആത്മാവ് അത് ദൈവാത്മാവ്, അതുപോലെ തന്നെ അവൻ സത്യമായതുകൊണ്ട് സത്യാത്മാവ്. 1 യോഹന്നാൻ 5:7 പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് സത്യമാണെന്ന്. മൂന്നാമത്തെ അർത്ഥം, നിന്റെ വചനമാണല്ലോ സത്യം എന്ന് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്. അപ്പം എന്താണ് സത്യം? വചനം, ദൈവത്തിൻ്റെ വെളിപാടായ വചനം. എന്താണ് സത്യമെന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ കർത്താവോട് മിണ്ടുന്നില്ല. കാരണം അയാൾ സത്യം സ്വീകരിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് കർത്താവ് മിണ്ടാതിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്, മഹാപുരോഹിത പ്രാർത്ഥന വെളിപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ വചനമാണല്ലോ സത്യം. അപ്പോൾ യേശു വെളിപ്പെടുത്തിയ സത്യം, അതായത് ദൈവത്തിൻ്റെ വെളിപാടായ വചനം, ആ സത്യത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു വെളിപ്പെടുത്തിയ സത്യത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുചെല്ലുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ആ വചനം. നോക്കുക, നമ്മളിന്ന് വായിച്ച വചനത്തിലില്ല, മറ്റൊരു വചനത്തിലാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ പാറക്കളത്തെ വരികയില്ല, പാറക്കളത്തെ വന്നാൽ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മളിന്ന് വായിച്ച വചനത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. മറ്റൊരു വചനത്തിൽ നിങ്ങൾക്കറിയാം വചനം. അപ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ വെളിപാടിൻ്റെ പൊരുളുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന അതിൻ്റെ ചുരുളുകൾ അഴിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവാണ്. യേശു ഒന്നാമത്തെ പാറക്കളത്തെയാണ്. ഞാൻ മറ്റൊരു പാറക്കളത്തെ അയക്കുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്, യേശു പറഞ്ഞത്. യേശു ഒന്നാമത്തെ പാറക്കളത്തെയാണ്. ആ ഒന്നാമത്തെ പാറക്കളത്തെ യേശു വെളിപ്പെടുത്തിയ സത്യം, ആ സത്യം അവൻ്റെ വചനം തന്നെയാണ്. ആ യേശു വെളിപാടിൻ്റെ വാഹകനായിരിക്കുന്നത് പോലെ ദിവ്യ വെളിപാടിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വാഹകനാണ് പരിശുദ്ധാത്മാവ്. യേശു എന്ന ഒന്നാമത്തെ പാറക്ലേത്ത സത്യത്തിൻ്റെ വാഹകനായതുപോലെ ആയിരുന്നത്, വെളിപാടിൻ്റെ വാഹകനായിരുന്നത് പോലെ അവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് ദൈവിക വെളിപാടിൻ്റെ ദൈവവചനത്തിൻ്റെ വാഹകനാണ്. അപ്പോൾ യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു, വചനത്തിൻ്റെ വാഹകൻ എന്നുള്ള നിലയ്ക്ക് അവൻ്റെ അന്ത്യമല്ല, മറിച്ച് അവൻ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ഈ ദൈവിക സത്യം, ദൈവിക വെളിപാട് ലോകാവസാനം വരെ തുറന്നു കൊണ്ടുപോകുന്ന വാഹകൻ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ വാഹകനായതുകൊണ്ടാണ്, ദൈവിക വെളിപാടിൻ്റെ വാഹകനായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സത്യാത്മാവ് എന്ന് വിളിക്കുന്നത്. അതാണ് മൂന്നാമത്തെ അർത്ഥം. 4, വേദപുസ്തകത്തിലെ തിരുവചനങ്ങളാണ് സത്യം. ആ സത്യം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? സഭയിലാണല്ലോ. ഈ വേദപുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പ് വചനം ഉണ്ടായിരുന്നല്ലോ. വചനം യേശുക്രിസ്തു ഒന്നും എഴുതി വെച്ചില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ വചനം സഭയിലാണ് സംരക്ഷിക്കപ്പെട്ടത്. സഭയിൽ സംരക്ഷിക്കപ്പെട്ട വചനത്തെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയണേ. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ, എഴുതപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവിക വെളിപാട്, അതായത് ദൈവത്തിന്റെ വചനം. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു, കുറെ കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ സഭയാണ് ദൈവിക വെളിപാടിന്റെ സംരക്ഷക, സത്യത്തിന്റെ സംരക്ഷക സഭയാണ്, അതായത് കത്തോലിക്ക സഭ. ആ സഭയെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അവനാണ് സത്യാത്മാവ്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. യോഹന്നാൻ 16:13. അതിനാൽ സഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ തുണയാൽ സഭ നൽകുന്നതാണ് വിശ്വാസ പ്രമാണവും വിശ്വാസ പ്രബോധനങ്ങളും. സഭയുടെ പ്രബോധന അധികാരം, മജിസ്ട്രേറിയം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം, അതാണ് അതിനർത്ഥം. തിരുവചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങള് വെളിപ്പെടുത്താനും പ്രഖ്യാപിക്കാനും സഭയ്ക്ക് അധികാരമുള്ളത് സഭയ്ക്ക് സത്യാത്മാവായ പരിശുദ്ധാത്മാവിന്റെ തുണയുള്ളത് കൊണ്ടാണ്. സത്യാത്മാവായ പരിശുദ്ധാത്മാവിന്റെ തുണയുള്ളത് കൊണ്ടാണ് ദൈവവചനത്തിൽ, ദൈവിക വെളിപാടിൽ
ഉൾക്കൊണ്ടിരിക്കുന്ന പൊരുളുകൾ, അടരുകൾ അതെല്ലാം വെളിപ്പെടുത്തി വിശ്വാസ സത്യങ്ങളായും വിശ്വാസ പ്രബോധനങ്ങളായും നൽകാൻ സഭയ്ക്ക് കഴിയുന്നത്. അത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളൊരു വാഗ്ദാനവും മാത്രമല്ല, സമ്മാനം, ദാനമാണ്. നമ്മൾ ആദ്യത്തെ ധ്യാനമായിരുന്നു. രക്ഷയുടെ ആദ്യത്തെ ഗഡു പരിശുദ്ധാത്മാവാണ്, അച്ചാരം. അതാണ് ഈ പറഞ്ഞതാണ് 4-ാമത്തെ അർത്ഥം. 5-ാമത്തെ അർത്ഥം, ഇതിൻ്റെ ഒരു വിപരീത സത്യാത്മാവ് പരിശുദ്ധാത്മാവ്, വഞ്ചനയുടെ ആത്മാവാണ് പിശാച്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ്, വിപരീത ദിശയിൽ പിശാച് വഞ്ചനയുടെ ആത്മാവാണ്, കബളിപ്പിക്കലിൻ്റെ ആത്മാവാണ് പിശാച്. 1 യോഹന്നാൻ 4:6 പറഞ്ഞിട്ടുണ്ട്, പിശാച് വഞ്ചനയുടെ ആത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവ്, അതായത് സത്യാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരെ നമ്മൾ വഞ്ചനയ്ക്കും ചതിക്കും കബളിപ്പിക്കലിനും നമ്മൾ തയ്യാറാകരുത്. അപ്പോൾ നമ്മൾ പിശാചിൻ്റെ പ്രേരണയിലായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരായിരിക്കും, സത്യാത്മാവിനെതിരായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ആവർത്തിക്കട്ടെ, നമ്മളാകുന്ന വിശ്വാസികളാകുന്ന കോടതിയിൽ സത്യം തെളിയിക്കുന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ വക്കീലാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും. അപ്പോൾ നമ്മുടെ കോടതിയിൽ എപ്പോഴും സത്യമേ ഉണ്ടാകൂ, വഞ്ചന ഉണ്ടാകരുത്. പിശാചിന് ഒരു നിലയ്ക്കും നമ്മളിൽ പ്രവേശനം കൊടുക്കരുത്. സത്യാത്മാവിന് മാത്രമേ പ്രവേശനം ഉണ്ടാകാവൂ.